ഹലോ ഫ്രണ്ട്സ്, ഇത് ഞങ്ങൾ തൃശ്ശൂർ കാട്ടുകമ്പൽ ക്ഷേത്രത്തിൽ പൂരത്തിന് പോയ ഒരു വീഡിയോ ആണ്. മേമയുടെ വീട്ടിലേക്കാണ് പോയത്. മേമ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേമയുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രം. അപ്പോൾ തൃശ്ശൂർ പൂരം പോലെ ആനപ്പൂരം തന്നെയാണ്. നമ്മൾ സിയക്കുട്ടി അവിടുത്തെ കൊട്ടൊക്കെ എൻജോയ് ചെയ്യാണ്. അവർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ തൃശ്ശൂർ പൂരം 26-നായിരുന്നല്ലോ. ഇത് കാട്ടുകമ്പൽ പൂരം വരുന്നത് 27-നാണ്. അപ്പോൾ ആന വരുന്ന പറഞ്ഞിട്ട് ആൾ വെയിറ്റ് ചെയ്യാണ്. ശ്രീക്കുട്ടി ഇങ്ങനെ എക്സൈറ്റഡ് ആണ് ആനയെ കാണാൻ വേണ്ടിയിട്ട്. കസിൻസും അമ്മമ്മമാരൊക്കെ എടുത്ത് നടക്കുകയാണ്. അപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സീക്കുട്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആന വന്നു. അപ്പോൾ സീക്കുട്ടി ഭയങ്കര ഹാപ്പിയായി. ഒരു ആപ്പിളൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ ശങ്കരനാരായണൻ എന്ന് പറയുന്ന ആനയും ഭയങ്കര ഹാപ്പിയായി, സീക്കുട്ടിയും ഹാപ്പിയായി. അങ്ങനെ രണ്ടുപേരും ടാറ്റ പറഞ്ഞു. അപ്പോൾ ഇത് ഞങ്ങളുടെ കസിൻസാണ്. അങ്ങനെ നമ്മുടെ മേമയ്ക്ക് ഒരാഗ്രഹം ശങ്കരനാരായണൻ ആപ്പിൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ശങ്കരനാരായണൻ ഭയങ്കര ഹാപ്പിയായി. 2 ആപ്പിളൊക്കെ കിട്ടി. അങ്ങനെ അതൊക്കെ കഴിച്ച് അങ്ങനെ വൈകുന്നേരം 4:30-5 മണിയൊക്കെ ആയപ്പോൾ പൂരം തുടങ്ങി കേട്ടോ. അങ്ങനെ അണിഞ്ഞൊരുങ്ങിയ 33 ഗജവീരന്മാരാണ് ഈ പൂരത്തിന് അണിനിരുന്നത്. ഈ പൂരത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് കാളി ദാരിക വധമാണ്. കാളി ദാരികനെയും കൂട്ടരെയും വധിച്ച് വിജയം കൈവരിക്കുന്നതായിട്ടാണ് ഇതിലത്തെ ഐതിഹ്യം. അങ്ങനെ എല്ലാവരും കാളിയെ നോക്കിയിട്ടിരിക്കുകയാണ്. കാളി ഇപ്പോൾ ഓടി വരുന്നത് കാണാം. ഏറ്റവും അവസാനമായിട്ട് നിൽക്കുന്നതാണ് കാളി കീടമൊക്കെ വെച്ചിട്ട് ഈ വരുന്നതാണ് കാളി. ഇനി പൂരത്തിൽ അവസാനം വരെ കാണിക്കുന്നത് കാളി ദാരിക വധമാണ്. അങ്ങനെ കാളി അതിൽ വിജയിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ വീഡിയോയിലെല്ലാം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല.